Okay. Good afternoon, students. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, my name is Archana Arvind. ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചറാണ് കേട്ടോ. 7C അല്ലേ? HA7C അല്ലേ? Yes, ma'am. ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് ടീച്ചർ. പേരൊന്നുകൂടെ പറയാമോ? അർച്ചന അരവിന്ദ്. ഓക്കെ, ഓക്കെ. അപ്പൊ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞ് ഉഷാറായിട്ടിരിക്കുകയാണ്. ഉഷാറാണോ ഇപ്പൊ? ഒരു ക്ലാസ് കൂടി ആവണം നമുക്ക്. ഒരു ക്ലാസ് കഴിഞ്ഞല്ലേ? ഓക്കെ, നമുക്ക് കുറച്ച് ഗ്രാമർ നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് ഫസ്റ്റ് ക്ലാസ് ആണ് അല്ലേ? ഫസ്റ്റ് ക്ലാസ് അല്ലേ മിസ്സിന്റെ ഇംഗ്ലീഷ്? ഫസ്റ്റ് ക്ലാസ് ആണ്. മ്യൂട്ട് ആക്കുക കേട്ടാ, എല്ലാരും മ്യൂട്ട് ആക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഒരാള് മ്യൂട്ട് ആക്കിയില്ലെങ്കിൽ മറ്റൊരാളുകൾക്ക് കേൾക്കില്ല കേട്ടാ. ഓക്കെ, ഓക്കെ, നമുക്ക് നോക്കാം. Let us first consider sentence. Okay, sentence. Okay, sentence. Name Archana Arvind. Archana. Okay. ക്ലാസ്സിലേക്ക് കിടക്കാം നമുക്ക്. ഓക്കെ, ലെസൺ 1 സെന്റൻസ്. ഓക്കെ, എന്താണ് ഒരു സെന്റൻസ് എന്ന് പറഞ്ഞാല്? വാട്ട് ഡു യു മീൻ ബൈ എ സെന്റൻസ്? എ സെന്റൻസ് ഈസ് എ സെറ്റ് ഓഫ് വേർഡ്സ്. എ സെന്റൻസ് ഈസ് എ സെറ്റ് ഓഫ് വേർഡ്സ് വിച്ച് ഈസ് കംപ്ലീറ്റ് ഇൻ ഇറ്റ്സെൽഫ്. എന്താ പറയണ മീനിങ്? സെന്റൻസ് പറഞ്ഞാല് ഒരു കൂട്ടം അക്ഷരങ്ങൾ, ഒരു കൂട്ടം വാക്കുകൾ, ഒരു കൂട്ടം വാക്കുകള് ഒരു പൂർണ്ണമായ അർത്ഥം നൽകുകയാണെങ്കിൽ, ഒരു കൂട്ടം വാക്കുകൾ അല്ലെങ്കിൽ ഒരു പദസമൂഹം പൂർണ്ണമായ അർത്ഥം നൽകുകയാണെങ്കിൽ നമ്മൾ അതിന് എന്താ പറയാ? വാക്യം അഥവാ സെന്റൻസ്. ഓക്കെ, നെയിം ആതിരാവിഷ്ണു, അർച്ചന അരവിന്ദ്. ഓക്കെ, ഓക്കെ. അപ്പൊ എന്താണ് സെന്റൻസ് പറഞ്ഞാല്? എ സെന്റൻസ് ഈസ് എ സെറ്റ് ഓഫ് വേർഡ്സ് വിച്ച് ഈസ് കംപ്ലീറ്റ് ഇൻ ഇറ്റ്സെൽഫ്. ഒരു കൂട്ടം വാക്കുകൾ, ഒരു കൂട്ടം വാക്കുകള് പൂർണ്ണമായ അർത്ഥം നൽകുകയാണെങ്കിൽ അവയെ നമ്മൾ എന്താ വിളിക്കുക? സെന്റൻസ് അല്ലെങ്കിൽ വാക്യം. ഓക്കെ, എ സെന്റൻസ് ഈസ് എ സെറ്റ് ഓഫ് വേർഡ്സ് വിച്ച് ഈസ് കംപ്ലീറ്റ് ഇൻ ഇറ്റ്സെൽഫ്. അല്ലെങ്കിൽ എന്ത് പറയാം? എ സെന്റൻസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് വേർഡ്സ്. ഒരു കൂട്ടം വാക്കുകളുടെ കോമ്പിനേഷൻ. എ സെന്റൻസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് വേർഡ്സ് that convey an idea, a fact, a thought, etc. അല്ലെ? എന്താണ് അത് നമുക്ക് തരുന്നു? ഒരു കൂട്ടം ഒരു പദസമൂഹം അല്ലെങ്കിൽ ഒരു വാക്കുകളുടെ ഒരു സമൂഹം, വാക്കുകളുടെ ഒരു കൂട്ടം പൂർണ്ണമായ അർത്ഥം നൽകുകയാണെങ്കിൽ അതിനെ വാക്യം എന്ന് പറയുന്നു. അല്ലെങ്കിൽ എന്താ? ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് വേർഡ്സ് വിച്ച് കൺവേ, നമ്മളോട് പറയുന്ന എന്തെങ്കിലും ഒരു ചിന്ത അല്ലെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഒരു ഫാക്ട്, ഒരു ഉള്ള ഒരു കാര്യം, എ ഫാക്ട്. ഉദാഹരണത്തിന് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സൂര്യൻ കിഴക്കുദിക്കുന്നു അല്ലെ? അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ എക്സ്പ്രസ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ എന്താ പറയണേ? സെന്റൻസ്. ഓക്കെ, പിടിക്കുക. എ സെന്റൻസ് ഈസ് എ സെറ്റ് ഓഫ് വേർഡ്സ് വിച്ച് ഈസ് കംപ്ലീറ്റ് ഇൻ ഇറ്റ്സെൽഫ്. ഓക്കെ, എന്താണ് സെന്റൻസ് പറഞ്ഞാല്? എ സെന്റൻസ് ഈസ് എ സെറ്റ് ഓഫ് വേർഡ്സ്. എ സെന്റൻസ് ഈസ് എ സെറ്റ് ഓഫ് വേർഡ്സ് വിച്ച് ഈസ് കംപ്ലീറ്റ്. സെറ്റ് ഓഫ് വേർഡ്സ് വിച്ച് ഈസ് കംപ്ലീറ്റ് ഇൻ ഇറ്റ്സെൽഫ് ഈസ് കോൾഡ് സെന്റൻസ്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. എന്താണ്? ജോൺ വെന്റ് ടു ഇംഗ്ലണ്ട്. ജോൺ വെന്റ് ടു ഇംഗ്ലണ്ട്. ഓക്കെ, ജോൺ എന്താണ് ഇതിനകത്ത് പൂർണ്ണമായ അർത്ഥം അല്ലെ? ഒരു ഇത് വാക്ക്,
ഒരു കൂട്ടം പദസമൂഹം അല്ലെ, ഒരു പദസമൂഹം പൂർണ്ണമായ അർത്ഥം നൽകുകയാണെങ്കിൽ വാക്യം, സെന്റൻസ് എന്ന് പറയുന്നത് അല്ലെ. എന്താണ് പറഞ്ഞ സെന്റൻസ് ഈസ് എ സെറ്റ് ഓഫ് വേർഡ്സ് വിച്ച് ഈസ് കംപ്ലീറ്റ് ഇൻ ഇറ്റ്സെൽഫ് അല്ലെ. ജോൺ വെന്റ് ടു ഇംഗ്ലണ്ട് അല്ലെ. ഇതൊരു പൂർണ്ണമായ അർത്ഥം നൽകുന്നു അല്ലെ. പൂർണ്ണമായ അർത്ഥം നൽകുന്ന ഒരു പദസമൂഹം, വാക്കുകളുടെ ഒരു കൂട്ടം അല്ലെ. ഇതാണ് എന്ത്? സെന്റൻസ്. ഓക്കെ, ഇനി എന്താ പറയണേ? സെന്റൻസ് ആസ് സെന്റൻസ്. സെന്റൻസ് കണ്ടെയ്ൻസ്. സെന്റൻസിന് രണ്ട് പാർട്സ് ഉണ്ട്. സെന്റൻസ് കണ്ടെയ്ൻസ് ടു പാർട്സ്. ഓക്കെ, സെന്റൻസിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സബ്ജക്ട്. ഓക്കെ, സബ്ജക്ട്. സെന്റൻസ് കണ്ടെയ്ൻസ് ടു പാർട്ട്, സബ്ജക്ട് ആൻഡ് predicate. Okay, sentence contains two parts, subject and predicate. Okay, appa first one, subject. Subject endana? Subject endana nokam. Subject ennu endana nokam. Okay, subject ennu endha? ആരെ പറയുന്നു അല്ലെങ്കിൽ എന്തിനെ പറയുന്നു. ആരെ പറയുന്നു അല്ലെങ്കിൽ എന്തിനെ പറയുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സബ്ജക്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്താ? എ പേഴ്സൺ. എ പേഴ്സൺ ഓർ എ തിങ്. എ പേഴ്സൺ ഓർ എ തിങ്. ഓക്കെ, എ പേഴ്സൺ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാധനം. എ പേഴ്സൺ ഓർ എ തിങ് ഡൂയിങ് ആൻ ആക്ഷൻ, ഒരു പ്രവൃത്തി ചെയ്യുന്നു അല്ലെ. പ്രവൃത്തി ചെയ്യുന്നു, അതിനെന്താ പറയാ? സബ്ജക്ട് അല്ലെ. എ സബ്ജക്ട് ഈസ് എ പേഴ്സൺ ഓർ എ തിങ് ഡൂയിങ് ആൻ ആക്ഷൻ. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയുക? ആരെ ചെയ്യുന്നു അല്ലെങ്കിൽ എന്തിനെ, ആരെ പറ്റി പറയുന്നു അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നു, അതിനെന്താ പറയാ? സബ്ജക്ട്. ഓക്കെ, ഇനി പ്രെഡിക്കേറ്റ്. രണ്ടാമത്തെ ഭാഗം. എല്ലാ സെന്റൻസിലും രണ്ട് പാർട്ടുണ്ട്. സെന്റൻസ് കണ്ടെയ്ൻസ് ടു പാർട്സ്. എവരി സെന്റൻസ് കണ്ടെയ്ൻ, ഏത് വാക്യത്തിനും രണ്ട് ഭാഗങ്ങളുണ്ടാവും. ഒന്നാണ് സബ്ജക്ട്, രണ്ടാമത്തേന് പ്രെഡിക്കേറ്റ്. ഓക്കെ, ഇനി പ്രെഡിക്കേറ്റ് എന്താ? പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാല് the part. Predicate എന്താ? The part. The part which tells. The part which tells about subject. Okay, സബ്ജക്റ്റിനെ കുറിച്ച്. സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്ന. ഓക്കെ, the part which tells about the subject is called what? എന്തായിരിക്കും? predicate അല്ലെ. predicate. ക്ലിയർ ആയ? ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാം മിസ്. എന്താണ് സെന്റൻസ്? എവരി സെന്റൻസ് കണ്ടെയ്ൻസ് ടു പാർട്സ് അല്ലെ. എവരി സെന്റൻസ് കണ്ടെയ്ൻസ് ടു പാർട്സ്. ഏതൊക്കെയാ? സബ്ജക്ട് ആൻഡ് പ്രെഡിക്കേറ്റ്. സബ്ജക്ട് എന്ന് പറഞ്ഞാൽ എന്താ? സബ്ജക്ട് ഈസ് എ പേഴ്സൺ ഓർ എ തിങ് ഡൂയിങ് ആൻ ആക്ഷൻ. പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? The part which tells about the subject is called predicate. ഇനി എക്സാമ്പിൾ നോക്കാം നമുക്ക്. എന്താ എക്സാമ്പിള്? The boy ate. The boy ate an apple അല്ലെ. The boy ate an apple. ഇനി പറയൂ, ഇതിനകത്ത് ഏതാ സബ്ജക്റ്റ്? സബ്ജക്റ്റ് ഏതാ? പറയൂ. the boy. ഓക്കെ, ഇനി പ്രെഡിക്കേറ്റ് ഏതാ? പ്രെഡിക്കേറ്റ് ഏതാ വരിക? ate an apple. എന്താണ്? അല്ലെ, ate an apple. അതാണ് എന്ത് പറയണ? സബ്ജക്റ്റിനെ കുറിച്ച് പറയണ അല്ലെ. ബോയ് എന്ത് ചെയ്തു അല്ലെ. ആ എന്ത് ചെയ്തു എന്ന് പറയണ ഭാഗമാണ് എന്ത്? പ്രെഡിക്കേറ്റ് അല്ലെ. സബ്ജക്റ്റ് എന്ത് ചെയ്തു? The part which tells about the subject is called predicate. ഓക്കെ അല്ല? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് ഇറങ്ങാം. There are 4 types of sentences. Okay, 4 തരം സെന്റൻസ്. 4 types. There are 4 types of sentences. Okay, ഏതൊക്കെയാ നോക്കാം. First one, assertive. Okay, assertive sentences. First one, assertive sentences. Okay, ഒന്നാമത്തെ assertive sentence. Next one, imperative. Okay,
ഇമ്പരേറ്റീവ് സെന്റൻസസ്. ഒന്നാമത്തേണ് അസർട്ടീവ്, രണ്ടാമത്തേണ് ഇമ്പരേറ്റീവ്. ഓക്കെ, പിന്നത്തേണ് ഇന്ററോഗേറ്റീവ്. ഓക്കെ, ഇന്ററോഗേറ്റീവ്. ഓക്കെ ഓക്കെ, മൂന്നെണ്ണം. നാലാമത്തേതാ വരിക? നാലാമത്തേണ് എക്സ്ക്ലമേറ്ററി. ഓക്കെ, എക്സ്ക്ലമേറ്ററി സെന്റൻസസ് 4 തരം. ഓക്കെ, എന്ത് വെച്ചു? 4 types of sentences. There are 4 types. 4 തരം. ഓക്കെ, 4 types of sentences. 4 types of sentences are there. ഓക്കെ, അറിയില്ലല്ലോ, പറയൂ ഏതൊക്കെയാണ്? ഒന്നാമത്തേണ് അസർട്ടീവ്. ഓക്കെ, ഓക്കെ, അസർട്ടീവ്. ഓക്കെ, ഗുഡ്. മ്യൂട്ട് ചെയ്യാട്ടോ, എല്ലാരും മ്യൂട്ട് ചെയ്യാ, ആരും മ്യൂട്ട് ചെയ്യാതിരിക്കരുത്. അപ്പൊ ഈ നമ്മൾ പറയണ കേക്കില്ല കേട്ടോ. ഓക്കെ, അസർട്ടീവ് എന്താണ് നോക്കാം. ഏതൊരു വാക്യമാണോ, ഓക്കെ, those sentences which makes a declaration, ഒരു പ്രസ്താവന. ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രസ്താവന അല്ലെ? those sentences which makes a declaration, ഏത് വാക്യങ്ങളാണോ ഒരു പ്രസ്താവന, ഏതൊക്കെ വാക്യങ്ങളില് ഒരു പ്രസ്താവന ഉണ്ട്, അതിനെ നമ്മൾ എന്ത് പറയും? അസർട്ടീവ് സെന്റൻസസ്. those sentences which makes a declaration or a statement is called assertive sentences. ഓക്കെ, ഓക്കെ ഓക്കെ. അഞ്ജിത മോഹൻ, ഏതാ വേണ്ടേ? ഏതാ പറയണ്ടേ? അഞ്ജിത ഏതാ പറയണ്ടേ? അസർട്ടീവ് സെന്റൻസ്. അസർട്ടീവ്. ഓക്കെ ഓക്കെ, അസർട്ടീവ് സെന്റൻസ്. എന്താ മിസ് പറഞ്ഞേ? there are 4 types of sentences. അതില് നമ്പർ 1 ഒന്നാമത്തെയാണ് അസർട്ടീവ് സെന്റൻസസ്. ഓക്കെ, അസർട്ടീവ് സെന്റൻസ് പറഞ്ഞാൽ എങ്ങനെയാ തുടങ്ങണ്ടേ? ഏത് വാക്യമാണോ അല്ലെ, those sentences which makes the sentence അല്ലെങ്കിൽ the sentences which makes a declaration or a statement, ഒരു പ്രസ്താവന. എക്സാമ്പിൾ കാണിച്ചു തരാം. അതിനാണ് എന്ത് പറയാ? അസർട്ടീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, സൺഡേ ഈസ് എ ഹോളിഡേ. ഞായറാഴ്ച അവധിയാണ് അല്ലെ? സൺഡേ ഈസ് എ ഹോളിഡേ. ഓക്കെ, എന്താണ്? ഞായറാഴ്ച അവധിയാണ്. എന്താ? ഒരു ഡിക്ലറേഷൻ അല്ലെ? ഞായറാഴ്ച അവധിയാണെന്നുള്ള ഒരു പ്രസ്താവന ഉണ്ട് അല്ലെ? സൺഡേ ഈസ് എ ഹോളിഡേ. അപ്പൊ എന്താ? ഇതെന്തിന് എക്സാമ്പിളാ? പറയൂ, ഇതെന്തിന് എക്സാമ്പിളാ? Okay, those sentences which makes a statement or a declaration. ഇനി അടുത്ത്, the boys are playing. ആൺകുട്ടികൾ കളിക്കുന്നു, ആൺകുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. the boys are playing, ആൺകുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഒരു പ്രസ്താവന. ആൺകുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതെന്താണ് എക്സാമ്പിള്? അസർട്ടീവ് സെന്റൻസസ്. ഓക്കെ, പിടികിട്ടിയ? പ്രസ്താവന. എന്താണ്? പ്രസ്താവന. ഏത് വാക്യമാണോ ഒരു പ്രസ്താവന ഒളിഞ്ഞിരിക്കുന്നത്, ഏത് വാക്യത്തിലാണോ ഒരു പ്രസ്താവന ഉള്ളത്, അതിനെ നമ്മൾ എന്താ പറയാ? ഡിക്ലറേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്. അതിനെന്താ പറയാ? അസർട്ടീവ് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, പിടികിട്ടിയല്ല? ഇനി ഈ അസർട്ടീവിനെ തന്നെ 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാ? അസർട്ടീവ് തന്നെ 2 എണ്ണം ഉണ്ട്. ഏതൊക്കെയാ? അഫർമേറ്റീവ്, പോസിറ്റീവ്. പിന്നെ ഏതാ? അഫർമേറ്റീവ് നെഗറ്റീവ്. ഓക്കെ, അഫർമേറ്റീവ് പോസിറ്റീവ്, അഫർമേറ്റീവ് നെഗറ്റീവ്. ഓക്കെ, എന്താണ്? അഫർമേറ്റീവ് പോസിറ്റീവ്, അഫർമേറ്റീവ് നെഗറ്റീവ്. അപ്പൊ മിസ്റ്റർ എക്സാമ്പിൾ പറഞ്ഞുതരാം, അതോടെ ഈസി ആവും കേട്ടാ. എക്സാമ്പിൾ കാണിച്ചു തരാം. ഒന്നാമത്തെ, മൈ ക്യാറ്റ് ഓൾവേസ് സ്ലീപ്സ്. ഓക്കെ, മൈ ക്യാറ്റ് ഓൾവേസ് സ്ലീപ്സ്. ഓക്കെ അല്ലെ? എന്താണത്? എന്റെ പൂച്ച എപ്പോഴും ഉറങ്ങും. ഓക്കെ, ഇതെന്തിന്റെ എക്സാമ്പിളാ? അഫർമേറ്റീവ് പോസിറ്റീവ് അല്ലെ? അഫർമേറ്റീവ് പോസിറ്റീവ് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഒരു മിനിറ്റ്. അഫർമേറ്റീവ് പോസിറ്റീവ് എക്സാമ്പിൾ ആണ് മൈ ക്യാറ്റ് ഓൾവേസ് സ്ലീപ്സ്. ഓക്കെ, ഇനി അഫർമേറ്റീവ് നെഗറ്റീവ്.
മൈ കാറ്റ് നെവർ സ്ലീപ്സ്. അപ്പൊ നെവർ യൂസ് ചെയ്തു അല്ലെ, ഒരിക്കലും ഉറങ്ങില്ല. മൈ കാറ്റ് നെവർ സ്ലീപ്സ്. ഓക്കെ, അതെന്താ നെവർ, നെവർ യൂസ് ചെയ്തു അല്ലെ. അപ്പൊ എന്തായിരിക്കും നെഗറ്റീവ്. അഫർമേറ്റീവ് നെഗറ്റീവ് അല്ലെ. മൈ കാറ്റ് എന്താ പറഞ്ഞ, ഒന്നാമത് പറഞ്ഞു അസർട്ടീവ് സെന്റൻസ് പറഞ്ഞു ഡിക്ലറേഷൻ അല്ലെ. ഒരു ഒരു പ്രസ്താവന ഉണ്ടാവും അതിനകത്ത് അല്ലെ, ഒരു സ്റ്റേറ്റ്മെന്റ്, അതിനാണ് അസർട്ടീവ് പറഞ്ഞത്. അസർട്ടീവ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അഫർമേറ്റീവ് പോസിറ്റീവ്, അഫർമേറ്റീവ് നെഗറ്റീവ്. ഓക്കെ, മൈ കാറ്റ് നെവർ സ്ലീപ്സ്. എന്റെ കാറ്റ് ഉറങ്ങില്ല, ഇല്ല, നെഗറ്റീവ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താ അഫർമേറ്റീവ് നെഗറ്റീവ് സെന്റൻസ്. ഓക്കെ, അപ്പൊ കിട്ടിയല്ല. ഒന്നാമത്തേണ് അസർട്ടീവ്, രണ്ടാമത്തെ എന്താ വരിക ഇംപെരേറ്റീവ്. ഇംപെരേറ്റീവ് സെന്റൻസസ്. രണ്ടാമത്തെ എന്ത് ഇംപെരേറ്റീവ് സെന്റൻസസ്. ഓക്കെ, രണ്ടാമത്തെ ഇംപെരേറ്റീവ് സെന്റൻസസ്. എന്താണ് ഇംപെരേറ്റീവ് സെന്റൻസസ് എന്ന് പറഞ്ഞാല്? ഇംപെരേറ്റീവ് സെന്റൻസസ് those sentences which contains a command, those sentences which contains a command, order, wish, advice, okay, request. Okay, ഇത്തരം വാക്കുകൾ നമ്മൾ, ഇത്തരം വാക്യങ്ങൾ എന്ത് പറയും നമ്മള്? ഇംപെരേറ്റീവ് സെന്റൻസസ്. കമാൻഡ്, ഒരു ആജ്ഞ അല്ലെ. ബ്രഷ് യുവർ ടീത്ത്, നമ്മള് കുട്ടികളുടെ വീട്ടിൽ പറയണം ബ്രഷ് യുവർ ടീത്ത് അല്ലെ, ഒരു കമാൻഡ്. പിന്നെ റിക്വസ്റ്റ്, പ്ലീസ് ഹെൽപ് മീ ടു ഡു ദിസ് ഹോംവർക്ക്, ദയവായി എന്നെ ഈ ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കുവിൻ. ഓക്കെ, ആ മിസ് ഫ്രണ്ട്സ്. അക്ഷയ് ഏതാ വേണ്ടേ, ഏതാ പറയണ്ടേ? അക്ഷയ് ഏതാ പറയണ്ടേ? ഇംപെരേറ്റീവ് ഒന്നുകൂടി. ഓക്കെ, ഇംപെരേറ്റീവ്. ആ ഓഫ് കോഴ്സ്, അത് പറയണം. എന്താ പറഞ്ഞ ഇംപെരേറ്റീവ് സെന്റൻസ്? ഇംപെരേറ്റീവ് സെന്റൻസ് പറഞ്ഞാൽ എന്താ? The sentences which contain the sentences which contains command, order, wish, advice, request, ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ ഇതിലുള്ളതിനെ നമ്മൾ എന്താ പറയാ? ഇംപെരേറ്റീവ് എന്ന് പറയും. കാണിച്ചു തരാം, എക്സാമ്പിൾ കാണിച്ചാൽ വേഗം മനസ്സിലാവും. ഓക്കെ, ബ്രഷ് യുവർ ടീത്ത്, ബ്രഷ് യുവർ, ഓക്കെ, ബ്രഷ് യുവർ ടീത്ത്, പല്ല് തേക്കൂ അല്ലെ. ബ്രഷ് യുവർ ടീത്ത് ഒരു ഓർഡറാണ് അല്ലെ, നമ്മുടെ ഒരു ആജ്ഞ, നമ്മുടെ ഒരു കൽപ്പനയാണത്. ബ്രഷ് യുവർ ടീത്ത്, പല്ല് തേക്കൂ. ഓക്കെ, അതെന്തായിട്ട് വരും? മിസ് പറഞ്ഞു കമാൻഡ്, ഓർഡർ, വിഷ്, റിക്വസ്റ്റ്, അഡ്വൈസ്. ഇതെല്ലാം ഏതാ? ഇതെല്ലാം ഇംപെരേറ്റീവ് ആണ്. ഓക്കെ, ബ്രഷ് യുവർ ടീത്ത്. അപ്പൊ അത്തരം വാചകങ്ങൾ ഏതാ? ഇംപെരേറ്റീവ്. ഓക്കെ, ഇതൊരു കൽപ്പന അല്ലെ, ഇതൊരു ആജ്ഞയാണ്, നമ്മുടെ ഒരു കമാൻഡാണ്, പല്ല് തേക്കൂ. ഓക്കെ, അപ്പൊ അത്, അപ്പൊ ഇംപെരേറ്റീവ്. ഇനി ഏതാ വരിക? പ്ലീസ്, പ്ലീസ് യൂസ് ചെയ്തു നമ്മൾ. പ്ലീസ്, പ്ലീസ് ഹെൽപ്പ്, പ്ലീസ് ഹെൽപ്പ് മീ ടു ഡു ദിസ് വർക്ക്, പ്ലീസ് ഹെൽപ്പ് മീ ടു ഡു ദിസ് വർക്ക്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഹെൽപ്പ് ചെയ്യാം. അപ്പൊ എന്താ നമ്മൾ പ്ലീസ് യൂസ് ചെയ്തു. വാട്ട്? ദയവായി. ദയവായി യൂസ് ചെയ്ത ഏതാ വരിക? ഇംപെരേറ്റീവ് സെന്റൻസസ്. പ്ലീസ് യൂസ് ചെയ്ത ഇംപെരേറ്റീവ് സെന്റൻസസ്. പിന്നെ വിഷ് എന്ന് പറഞ്ഞാൽ വിഷിങ് അല്ലെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. പിന്നെ അഡ്വൈസ്, എന്തെങ്കിലും ഉപദേശം. ഓക്കെ, അങ്ങനത്തേനൊക്കെ എന്താ വരിക? നമ്മള് ഇംപെരേറ്റീവ് സെന്റൻസ് എന്നാ പറയും. ഓക്കെ, ഇനി മൂന്നാമത്തത് ഇന്ററോഗേറ്റീവ് സെന്റൻസസ്. ഓക്കെ, ഇന്ററോഗേറ്റീവ്. ഓക്കെ, ഇന്ററോഗേറ്റീവ് സെന്റൻസസ് മൂന്നാമത്തെ തരം ഇന്ററോഗേറ്റീവ്. ഓക്കെ, ഇന്ററോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊക്കെ വാക്യങ്ങളാണോ ചോദ്യരൂപങ്ങൾ, അതായത് ക്വസ്റ്റ്യൻ വേർഡ്സ്, ഏതൊക്കെ വാക്യങ്ങളിലാണോ ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻ വേർഡ്സ് അതുണ്ടാവണം, അതിനെയാണ് നമ്മൾ എന്താ പറയാ? ഇന്ററോഗേറ്റീവ്. കാണിച്ചു തരാം. വാട്ട് ആർ യു ഡൂയിങ്? ഓക്കെ, വാട്ട് ആർ യു ഡൂയിങ് അല്ലെ, ഇതൊരു വാക്യം തന്നെയാണ് അല്ലെ, സെന്റൻസ് തന്നെയാണ് ഇത്. ഇതെന്താണ്? ഇതൊരു വാക്യം തന്നെയാണ്, ഇതൊരു സെന്റൻസ് ആണ്. പക്ഷെ ഇതെന്താണ്? ഇതൊരു ചോദ്യമാണ് അല്ലെ, ചോദ്യരൂപത്തിലുള്ള വാക്യമല്ലേ ഇത് അല്ലെ. ചോദ്യരൂപത്തിലുള്ള വാക്യങ്ങളെ നമ്മൾ എന്ത് പറയണേ? ഇന്ററോഗേറ്റീവ് സെന്റൻസസ്. വാട്ട് ആർ യു ഡൂയിങ്? ദിസ് ഇസ് സെന്റൻസ്, ഇതൊരു സെന്റൻസ് തന്നെയാണ്, പക്ഷേ ഇതൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ക്വസ്റ്റ്യൻ, അത്തരം ചോദ്യ രൂപങ്ങളിലുള്ള വാക്യങ്ങളെ വാട്ട് ഡു വി സേ? We say the
interrogative sentences. Okay, but the sentences which occur in the form of question words, those sentences which occur in the form of questions are called interrogative sentences. ഏതൊക്കെ സെന്റൻസ് ആണോ അങ്ങനെ വരുന്നത് അതിന് നമ്മൾ എന്താ പറയാ, ചോദ്യരൂപത്തില്, അതിനാണ് ഇന്ററോഗേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ററോഗേറ്റീവ് സെന്റൻസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ്. ഇന്ററോഗേറ്റീവ് സെന്റൻസസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതാ? ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ് ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. ഒന്നാമത്തെയാണ് ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ. ഇന്ററോഗേറ്റീവിനെ തന്നെ രണ്ടെണ്ണമായിട്ട്. ഒന്ന് ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ്, രണ്ടാമത്തെയാണ് യെസ് ഓർ നോ ടൈപ്പ്. യെസ് ഓർ നോ, യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെ? കാണിച്ചു തരാം, എക്സാമ്പിൾ കാണിച്ചു തരാം, അപ്പൊ മനസ്സിലാവും. ഇന്ററോഗേറ്റീവ് ഒന്നാമത്തെ എന്താ? ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ്. ദ ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്? ദ ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ. ബിഗിനിങ് വിത്ത് ദ ക്വസ്റ്റ്യൻ വേർഡ്സ് വാട്ട്, വിച്ച്, വെൻ, വേർ. ഓക്കെ, ക്വസ്റ്റ്യൻ വേർഡ്സ് എന്താ? വാട്ട് ആർ കോൾഡ് ക്വസ്റ്റ്യൻ വേർഡ്സ്? ക്വസ്റ്റ്യൻ വേർഡ്സ് എന്താ? ക്വസ്റ്റ്യൻ വേർഡ്സ്. ഓക്കെ, WH അല്ലെ? WH വെച്ച് തുടങ്ങണ എല്ലാം. ഓക്കെ, WH വെച്ച് തുടങ്ങണ എല്ലാമാണ് ക്വസ്റ്റ്യൻ വേർഡ്സ്. വാട്ട്, വിച്ച്. ഓക്കെ, വാട്ട്, വിച്ച്, വെൻ. ഓക്കെ, വൈ. ഓക്കെ, വേർ. ഇതൊക്കെ എന്താണ്? ക്വസ്റ്റ്യൻ വേർഡ്സ് അല്ലെ? അതിനെയാണ് അത് പറയാം, ദോസ്. അപ്പൊ ക്വസ്റ്റ്യൻസ്, the questions beginning with the question words what, which, when, where, who, why, how, etc. are all question word question. അപ്പൊ എന്താ പഠിച്ചേ? ഇന്ററോഗേറ്റീവ് സെന്റൻസിനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ചോദ്യരൂപത്തിലുള്ള വാക്യമാണ്. അതാണ് സെന്റൻസസ് ഉണ്ട്. പക്ഷെ സെന്റൻസസ് ചോദ്യരൂപത്തിൽ വന്നാൽ നമ്മൾ അതിനെ എന്താ പറയാ? ഇന്ററോഗേറ്റീവ് സെന്റൻസസ്. ഈ ഇന്ററോഗേറ്റീവിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാണെന്ത്? ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസും, രണ്ടാമത്തെയാണ് യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസിന് മിസ് എക്സാമ്പിൾ കാണിച്ചു തരാം. വാട്ട് ആർ യു ഡൂയിങ്? വാട്ട് ആർ യു ഡൂയിങ്? വാട്ട് ആർ യു ഡൂയിങ്? ഇതിനകത്ത് എങ്ങനെയാ വന്നേ? ചോദ്യരൂപത്തിലെ സെന്റൻസ് അല്ലെ? ഇതൊരു വാക്യമാണ്, പക്ഷെ എന്താണ്? ചോദ്യരൂപം അല്ലെ? ചോദ്യരൂപത്തിലുള്ള വാക്യം അല്ലെ? അതിനെയാണ് നമ്മൾ ഇന്ററോഗേറ്റീവ് എന്ന് പറയുന്നത്. ഇന്ററോഗേറ്റീവ് തന്നെ ഏത് വാക്യം ഇത്? ഇതാണ് ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഏതാ? യെസ് ഓർ നോ ടൈപ്പ് അല്ലെ? യെസ് ഓർ നോ ടൈപ്പ്. യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെ? യെസ് ഓർ എന്താ നോക്കാം ഇനി. ഓക്കെ, എന്താണ് യെസ് ഓർ നോ ടൈപ്പ്? The questions beginning with the auxiliary verbs like are, is, are, was, etc. are known as എന്താണ്? yes or no type questions. ഏതൊക്കെയാണ് yes or no type questions എന്ന് പറഞ്ഞാല് the questions which beginning with the is, are, do, okay, does. ഇതിനൊക്കെയാണ് നമ്മൾ പറയണത് yes or no type questions. ഇതിനെന്താ പറയാ? yes or no type questions. എക്സാമ്പിൾ കാണിച്ചു തരാം. ആർ യു സ്മാർട്ട്? ആർ യു സ്മാർട്ട്? ഇതെന്താ? യെസ് അല്ലെ? ആർ യു സ്മാർട്ട്? ഇതിന് എക്സാമ്പിൾ. ഇതിന് ഉത്തരം എങ്ങനെ നമ്മൾ കൊടുക്കുക? എങ്ങനെ ഉത്തരം കൊടുക്കുക? ഒന്നില്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ അല്ലെ? ആർ യു സ്മാർട്ട്? ഇതിനെങ്ങനെ ഉത്തരം കൊടുക്കുക? ഒന്നില്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ അല്ലെ? അപ്പൊ ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? പറയൂ, ഇത് എന്തിന് എക്സാമ്പിളാ? ഇന്ററോഗേറ്റീവ് yes or no type. Okay, പിടികിട്ടിയാ? പിടികിട്ടിയോ? പിന്നെ ഓക്കെ. പിന്നെ ഏതാ വരിക? നാലാമത്തെ. ഓക്കെ, നാലാമത്തെ ഏതാ വരിക? നാലാമത്തെയാണ് എക്സ്ക്ലമേറ്ററി. എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. എക്സ്ക്ലമേറ്ററി നാലാമത്തെ എന്താ വരിക? എക്സ്ക്ലമേറ്ററി. ഓക്കെ, എക്സ്ക്ലമേറ്ററി സെന്റൻസ് അതെന്താണ് വരിക? എക്സ്ക്ലമേഷൻ അല്ലെ? എക്സ്ക്ലമേറ്ററി എന്ന് പറഞ്ഞാല് വാട്ട് എ ലവ്ലി സീൻ അല്ലെ? വാട്ട് എ ലവ്ലി സീൻ. വാവ്, നമ്മൾ പറയല്ലേ വാവ്, വാട്ട് എ, എന്തൊരു ഭംഗിയുള്ള പൂന്തോട്ടമാണ് ആ കാണുന്നത്. നല്ല ഭംഗിയുള്ള പൂന്തോട്ടം അല്ലെ? വാവ്, താജ്മഹൽ. വാവ്, താജ്മഹൽ. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ അല്ലെ? താജ്മഹൽ വാവ് ബ്യൂട്ടിഫുൾ.
അപ്പൊ അതിന് പറയുന്നത് എന്താണ്? നമ്മളെ ഒരു എക്സ്ക്ലമേഷൻ മാർക്കും ഉണ്ടാവും അല്ലെ? അപ്പൊ ദോസ് സെന്റൻസസ്, ഏതൊക്കെ വാക്യങ്ങളാണ് പെട്ടെന്നുള്ള വികാര വിക്ഷോഭങ്ങൾ? ഓക്കെ, ദോസ് സെന്റൻസസ് വിച്ച് എക്സ്പ്രസസ് സഡൻ ഇമോഷൻസ് സച്ച് ആസ് ഹാപ്പിനെസ്, വണ്ടർ, ഓക്കെ, ആശ്ചര്യം, അത്ഭുതം, സന്തോഷം, ഓക്കെ, ഹാപ്പിനെസ്, വണ്ടർ, ഇതൊക്കെ പ്രകടിപ്പിക്കുന്ന വാക്യങ്ങളെ എന്ത് പറയാ? എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. എക്സ്ക്ലമേറ്ററി സെന്റൻസിന് എന്താ പ്രത്യേകത? ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാവും. എക്സ്ക്ലമേഷൻ മാർക്ക് എക്സ്ക്ലമേറ്ററി സെന്റൻസസിന്, എക്സ്ക്ലമേറ്ററി സെന്റൻസ്, ഓക്കെ, എക്സ്ക്ലമേറ്ററി സെന്റൻസിന് എന്താ പ്രത്യേകത? ഒരു മാർക്ക്, എക്സ്ക്ലമേഷൻ മാർക്ക് അല്ലെ? വാവ്, വാട്ട് എ ലവ്ലി സീൻ. ഹെവൻസ്, ഓക്കെ, ദൈവമേ, ഹെവൻസ് അല്ലെ? ഹെവൻസ്. ഡിയർ മീ, ഓക്കെ, ഡിയർ മീ, ഓക്കെ, ഇതൊക്കെ എന്താണ്? നമ്മുടെ എക്സ്പ്രഷൻ അല്ലെ? വികാര വിക്ഷോഭങ്ങളെ കാണിക്കണാണ്. പിന്നെന്താ? വാവ്, വാട്ട് എ ലവ്ലി അല്ലെ? താജ്മഹൽ, നമ്മൾ താജ്മഹൽ ആണെന്ന് എന്താ പറയാ? താജ്മഹൽ. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ അല്ലെ? അപ്പൊ ഇത്തരം വികാര വിക്ഷോഭങ്ങളെ പ്രകടിപ്പിക്കണം. ഓക്കെ, ദോസ് സെന്റൻസസ്, ഏതൊരു വാക്യങ്ങളാണോ the sudden, those sentences which expresses sudden emotions such as wonder, happiness, okay, പിന്നെ അലാസ്, അലാസ്, ഓ അയ്യോ എന്റെ ഇത് തെറ്റിപ്പോയി, അല്ലെങ്കിൽ എന്നെ ചെയ്ത് ശരിയായില്ല, നമ്മൾ അല്ലെങ്കിൽ മഴ പെയ്യുന്നു, നമ്മുടെ കൊടയില്ലാതിരിക്കും, മഴ പെയ്യുന്നു, അപ്പൊ നമ്മൾ എന്താ പറയുക? അലാസ്, അലാസ്, ഓ ഇറ്റ് ഈസ് റെയിനിങ് അല്ലെ? അയ്യോ കഷ്ടായി, നമ്മുടെ കൊടയില്ല അല്ലെ? അതിലെന്താ പറയാ? നമ്മള് എക്സ്ക്ലമേറ്ററി മാർക്ക് യൂസ് ചെയ്യും. അലാസ്, അയ്യോ എന്റെ കയ്യിൽ കൊടയില്ല അല്ലെ? മഴ പെയ്യുന്നു, കൊടയില്ല, റെയിൻകോട്ടും ഇല്ല, പണി അല്ലെ? അപ്പൊ എന്താ കഴിഞ്ഞാൽ അലാസ്, ഐ ഹാവ് നോ റെയിൻകോട്ട്, എന്റെ റെയിൻകോട്ട് എടുത്തില്ല അല്ലെ? കൊട എടുത്തില്ല എന്ന് പറയുന്ന പോലെ. ഇതിനൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യാ? എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്നാ പറയും. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? വേഗം തിരിച്ചറിയാൻ പറ്റും. എങ്ങനെയാ തിരിച്ചറിയാൻ പറ്റുക? അതിനൊരു എക്സ്ക്ലമേറ്ററി മാർക്കും ഉണ്ടാവും അല്ലെ? വാട്ട് എ ലവ്ലി സീൻ, അതിന്റെ കൂടെ ഒരു എക്സ്ക്ലമേറ്ററി മാർക്കും ഉണ്ടാവും. ഇത്തരം സെന്റൻസിന് ഏതാ പറയാ? those sentences which expresses sudden emotions such as wonder, happiness, അതിനൊക്കെ ഏതാ പറയാ? പറയൂ. ശ്രദ്ധിക്കണം, നോക്കട്ടെ. Exclamatory sentence. വെരി ഗുഡ്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്നാലും മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ അത് 4. അപ്പൊ 4 തരം സെന്റൻസസ് പഠിച്ചു. ഏതൊക്കെയാണ്? 4 types of sentences are there. ഓക്കെ, അപ്പൊ ഇതിന്റെ നോട്ട് അയച്ചു തരും കേട്ടാ. ഈ ഇംഗ്ലീഷ് ഇതിന്റെ നോട്ട് അയച്ചു തരും, ടെക്നിക്കലി അവർ അയച്ചു തരും. പിന്നെ 4 ക്വസ്റ്റ്യൻസ് അല്ല 5 ക്വസ്റ്റ്യൻസ് മിസ് തരും, അത് ചെയ്തു നോക്കണം കേട്ടാ. 5 ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് ആയിട്ട് തരും, അത് ചെയ്തു നോക്കുക. നോട്ട് അയച്ചു തരും ടെക്നിക്കലി. ഓക്കെ, 4 types of sentences. ഓക്കെ, 4 types of sentences are there. ഏതൊക്കെയാ 4 types of sentences? പറയൂ. Assertive sentences, Assertive imperative sentences, interrogative sentences. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. മ്യൂട്ട് ആക്കുക, എല്ലാരും മ്യൂട്ട് ആക്കുക കേട്ടോ. അസർട്ടീവ് സെന്റൻസ് ഏതൊക്കെ? അസർട്ടീവ്, ഇമ്പരേറ്റീവ്, ഇന്ററോഗേറ്റീവ് അല്ലെ? ഇന്ററോഗേറ്റീവ്, ഓക്കെ, ഇന്ററോഗേറ്റീവ്. പിന്നെ ഏതാ? എക്സ്ക്ലമേറ്ററി അല്ലെ? എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. ഓക്കെ, അപ്പൊ 4 തരത്തിലുള്ള സെന്റൻസ്. ഇനി ഒരു ക്ലോസ് ഘടന. ഓക്കെ, ക്ലോസ് സ്ട്രക്ചർ പ്രകാരം കൂടി നമ്മള് സെന്റൻസിനെ 4 തരത്തില് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, 4 വേർതിരിച്ചിട്ടുണ്ട്. ക്ലോസ് ഘടനാരീതി അനുസരിച്ചും കൂടി സെന്റൻസ് വാക്യങ്ങളെ നമ്മൾ 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, 4 തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെയാ നോക്കാം നമുക്ക്. ഓക്കെ, ഏതാ നോക്കാം. ഒന്നാമത്തെ, അതിന് മുമ്പ് ക്ലോസ് എന്താ നോക്കാം. ഒരു മിനിറ്റ്.
ക്ലോസ്. ഓക്കെ, ക്ലോസ്. വാട്ട് ഡു യു മീൻ ബൈ ക്ലോസ്? ക്ലോസ് എന്താ നോക്കാം. ഓക്കെ, ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോസ്. ഓക്കെ, സബ്ജക്റ്റ്. എ ക്ലോസ് കണ്ടെയ്ൻസ് എ സബ്ജക്റ്റ് ആൻഡ് എ വെർബ്. ഓക്കെ, ക്ലോസിന് സബ്ജക്റ്റും വെർബും ഉണ്ടാവും. അപ്പൊ നമ്മൾ വേറെ ഞാൻ പഠിച്ചു സെന്റൻസ്. സെന്റൻസും ക്ലോസും തമ്മിലെ വ്യത്യാസം എന്താ? സെന്റൻസും ക്ലോസും തമ്മിലെ വ്യത്യാസം, ക്ലോസിന് സബ്ജക്റ്റും വെർബും ഉണ്ടാവും. എന്താ? ദ ബോയ് റൺസ് ഡെയിലി. ദ ബോയ് റൺസ് അല്ലെ, ആൺകുട്ടി എല്ലാ ദിവസവും എക്സസൈസ് എടുക്കുന്നു, ഓടുന്നു. ഓക്കെ, ദ ബോയ് റൺസ് ഡെയിലി. ആൺകുട്ടി എല്ലാ ദിവസവും എക്സസൈസ് എടുക്കുന്നു അല്ലെ, ഓടുന്നു. ദ ബോയ് റൺസ് ഡെയിലി, ദിവസേന അയാൾ എക്സസൈസിന് പോകുന്നു അല്ലെ. ദ ബോയ് റൺസ് ഡെയിലി എന്ന് പറയുമ്പോൾ ഇത് ഇതിനകത്ത് ഏതാണ് ക്ലോസ് എന്ന് പറയുന്നത്? ക്ലോസ് കണ്ടെയ്ൻസ് എ സബ്ജക്ട് ആൻഡ് എ വെർബ്. സബ്ജക്ട് എന്താണ് പറഞ്ഞേ? ആരെ പറ്റി പറയുന്ന, എന്തിനെ പറ്റിയാണ് പറയണേ, അതിനെയാണ് അല്ലെ സബ്ജക്ട്. ഇതിനകത്ത് സബ്ജക്ട് ഏതാ പറയൂ? ബോയ്. ഓക്കെ, ഇനി Boy. വെർബ് ഏതാ പറയൂ? അല്ലെ, ബോയ്. ഓക്കെ, വെർബ് റൺസ്. അപ്പൊ ഇതേതാ? ഇതാണ് ക്ലോസ്. ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്ജക്റ്റും ഉണ്ടാവും വെർബും ഉണ്ടാവും. ക്ലോസ് കണ്ടെയ്ൻസ് സബ്ജക്ട് ആൻഡ് എ വെർബ്. ഓക്കെ, പക്ഷേ സെന്റൻസ് എന്താണ്? സെന്റൻസ് പറഞ്ഞാല് സബ്ജക്റ്റും ഉണ്ടാവും പ്രെഡിക്കേറ്റും ഉണ്ടാവും, പിന്നെന്താ? കംപ്ലീറ്റ് ഇൻ ആക്ഷൻ, കംപ്ലീറ്റ് ഇൻ തോട്ട് അല്ലെ. എ സെന്റൻസ് ഈസ് എ സെറ്റ് ഓഫ് വേർഡ്സ് വിച്ച് ഈസ് കംപ്ലീറ്റ് ഇൻ ഇറ്റ്സെൽഫ്. ഒരു കൂട്ടം വാക്കുകൾ പൂർണ്ണമായ അർത്ഥം നൽകുകയാണെങ്കിൽ നമ്മൾ അതിനെ വാക്യം എന്ന് പറയുന്നു. സെന്റൻസിന് എന്തൊക്കെയുണ്ട്? സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. ഓക്കെ, ക്ലോസ് എന്താണ്? സബ്ജക്റ്റും വെർബും. ഓക്കെ, ക്ലോസിന് എക്സാമ്പിൾ മിസ് പറഞ്ഞു. ദ ബോയ് റൺസ്. ദ ബോയ് റൺസ് ഡെയിലി. ദ ബോയ് റൺസ് ഡെയിലി. ഇതാണ് എന്തിന് എക്സാമ്പിള്? ക്ലോസിന് എക്സാമ്പിൾ. ക്ലോസ് സബ്ജക്റ്റും ഉണ്ട് വെർബും ഉണ്ട് അല്ലെ. ദ ബോയ് റൺസ് ഡെയിലി. ഓക്കെ, അപ്പൊ ഈ ക്ലോസ് സ്ട്രക്ചർ പ്രകാരം കൂടി സെന്റൻസിനെ 4 ആക്കി തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ വരുന്നത്? ഒന്നാമത്തെയാണ് സിമ്പിൾ sentences. First one is simple sentences. Simple. First one is simple sentences. ഒന്നാമത്തെയാണ് simple sentences. എന്താണ് simple sentences എന്ന് പറഞ്ഞാൽ എന്താ? Those sentences which contain only one main clause. ഒരു main clause, one main clause. Okay, those sentences which contain only one main clause is called simple sentences. Example നോക്കാം. എന്താണ്? John has gone to England. John ഇംഗ്ലണ്ടിൽ പോയിരിക്കുകയാണ്. John has gone to England. John has gone to England. Okay, അപ്പൊ എന്താ? ഇതാണ് ഒരു മെയിൻ ക്ലോസേ ഉള്ളൂ അല്ലെ. ഒരു സബ്ജക്റ്റും ഉണ്ട് ഒരു വെർബും. എന്താണ്? എന്താ പറഞ്ഞേ? വൺ മെയിൻ ക്ലോസ്, ഒരു മെയിൻ ക്ലോസ്. ഓക്കെ, ഒറ്റ മെയിൻ ക്ലോസ് ഉള്ള സെന്റൻസ്, ഒരു മെയിൻ ക്ലോസേ ഉണ്ടാവുള്ളൂ. ആ സെന്റൻസിന് നമ്മൾ എന്താ പറയാ? സിമ്പിൾ സെന്റൻസസ്. എക്സാമ്പിൾ കാണിച്ചാൽ മനസ്സിലാവും കേട്ടാ. എക്സാമ്പിൾ കാണിച്ചാൽ മനസ്സിലാവും. John has gone to England. John has gone to England. ഓക്കെ, ജോൺ ഇംഗ്ലണ്ടിൽ പോയിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഇതിനകത്ത് ഏതാ വരിക? ജോൺ സബ്ജക്റ്റ് അല്ലെ. സബ്ജക്റ്റും ഉണ്ട്, ഗോൺ അല്ലെ വെർബ്. സബ്ജക്റ്റും ഉണ്ട് വെർബും ഉണ്ട്. ഒറ്റ മെയിൻ ക്ലോസ് അല്ല അല്ലെ. ജോൺ ഹാസ്, ഒരു മെയിൻ ക്ലോസേ ഉള്ളൂ. വൺ മെയിൻ ക്ലോസ്. ജോൺ ഹാസ് ഗോൺ ടു ഇംഗ്ലണ്ട്. ഒരു സബ്ജക്റ്റും ഒരു വെർബും അല്ലെ. ഒരു മെയിൻ ക്ലോസ് മിസ് പറഞ്ഞു, സബ്ജക്റ്റും വെർബും ഉണ്ടാവും അല്ലെ. ജോൺ ഹാസ് ഗോൺ ടു ഇംഗ്ലണ്ട്. ഇതിനകത്ത് ഒരു മെയിൻ ക്ലോസേ ഉള്ളൂ.
അത്തരം സെന്റൻസിൽ those sentences which contains one main clause, those sentences which contain one main clause is known as simple sentences. An example ആണ് John has gone to England. എന്തുണ്ട്? ഒരു സബ്ജക്റ്റ് അല്ലെ, ഒരു സബ്ജക്റ്റും ഉണ്ട്, ഒരു വെർബും ഉണ്ട്. ഓക്കെ, കിട്ടിയാ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? സിമ്പിൾ സെന്റൻസ് അല്ലെ. സിമ്പിൾ സെന്റൻസ് നമ്മൾ അതിനെ വിളിക്കും. ഓക്കെ, ഈ രണ്ടാമത്തെ എന്താണ്? കോമ്പൗണ്ട് സെന്റൻസസ്. ഓക്കെ, കോമ്പൗണ്ട് സെന്റൻസസ്. Compound sentences. എന്താ പറയാ? Those sentences which contains two or main clauses. Those sentences, a sentence അല്ലെങ്കിൽ that has one main clause. അതിനാണ് എന്താ പറയുക? More, two main clause. Those sentences which has two or main clauses is known as compound sentences. Two or more main clauses. രണ്ടോ അതിലധികമോ. ഓക്കെ, അതിനെ നമ്മൾ എന്താ പറയും? Compound sentences. എക്സാമ്പിൾ പറയാം, അപ്പൊ മനസ്സിലാവും. അപ്പൊ a sentence that has two or more main clauses is called a compound sentence. Example, I arrived. Okay, I arrived and the big dog. I arrived and the big dog. I arrived and the big dog started barking. I arrived and the big dog started barking. എന്താ? ഞാൻ വന്നു. ഞാൻ വന്നു എന്നുള്ളതല്ല. ഐ അറൈവ്ഡ് ഒരു മെയിൻ ക്ലോസ് അല്ലെ, വൺ മെയിൻ ക്ലോസ് കഴിഞ്ഞു. മിസ് എന്താ പറഞ്ഞ? ഒരു സബ്ജക്റ്റും ഒരു വെർബും. ഒരു മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റും ഉണ്ട്, ഒരു വെർബും ഉണ്ട് അല്ലെ. ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്ജക്റ്റും വെർബും ഉണ്ടാവും. ഐ അറൈവ്ഡ് ഒരെണ്ണം കഴിഞ്ഞു അല്ലെ, ഒരു ക്ലോസ് കഴിഞ്ഞു. ഐ അറൈവ്ഡ് സബ്ജക്റ്റും ഉണ്ട്, ഒരു സബ്ജക്റ്റും ഒരു വെർബും ഉണ്ട്. അപ്പൊ എന്താണിത്? ഒരു മെയിൻ ക്ലോസ് ആയി. ഐ അറൈവ്ഡ് ആൻഡ് ദ ബിഗ് ഡോഗ് സ്റ്റാർട്ടഡ് ബാർക്കിംഗ്. ഞാൻ വന്ന് അപ്പോഴേക്കും പട്ടി കുറയ്ക്കാൻ തുടങ്ങി അല്ലെ. ഞാൻ വന്നു, പട്ടി കുറയ്ക്കാൻ തുടങ്ങി അല്ലെ. ഐ അറൈവ്ഡ് ആൻഡ് ദ ബിഗ് ഡോഗ് സ്റ്റാർട്ടഡ് ബാർക്കിംഗ്. ഓക്കെ, ഐ അറൈവ്ഡ് എന്താ? മെയിൻ ക്ലോസ് അല്ലെ. ഒരു മെയിൻ ക്ലോസ് കഴിഞ്ഞു. മിസ് പറഞ്ഞ ഒന്നില്ലെങ്കിൽ ഒരു പേഴ്സൺ, എ പേഴ്സൺ ഓർ എ തിങ്. സബ്ജക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആരെ പറ്റി പറയുന്നു അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നു, അതിനെ എന്താ പറയാ? സബ്ജക്ട്. എ പേഴ്സൺ ഓർ എ തിങ്. ദ സെന്റൻസസ് അല്ലെങ്കിൽ ദ തിങ് വിച്ച് എ പേഴ്സൺ ഓർ എ തിങ് ഡൂയിങ് ആൻ ആക്ഷൻ അല്ലെ. എ പേഴ്സൺ ഓർ എ തിങ് ഡൂയിങ് ആൻ ആക്ഷൻ ഈസ് കോൾഡ് സബ്ജക്ട്. അപ്പൊ ഒരെണ്ണം കഴിഞ്ഞു, ഒരു മെയിൻ ക്ലോസ്. ഐ അറൈവ്ഡ് കഴിഞ്ഞു അല്ലെ, മെയിൻ ക്ലോസ് കഴിഞ്ഞു. ഇനി അടുത്തേതാ? The big dog started barking. അടുത്ത മെയിൻ ക്ലോസാ അല്ലെ. മെയിൻ ക്ലോസ് അല്ലേ. എന്താ പറഞ്ഞ? ആരെ പറ്റി പറയുന്നു അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നു, അത് സബ്ജക്റ്റ്. ബിഗ് ഡോഗ് അല്ലെ. ബിഗ് ഡോഗ് സ്റ്റാർട്ടഡ് ബാർക്കിംഗ് എന്ന് പറഞ്ഞു, പട്ടി കുറയ്ക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അതെന്താണ്? അടുത്ത മെയിൻ ക്ലോസ് അല്ലെ. 1 + 1 2 മെയിൻ ക്ലോസസ്. അപ്പൊ എന്താ? The sentence, a sentence that has two or more main clauses is called compound sentence. A sentence ആണോ? two or more main clauses. Two or more main clauses are called what? Compound sentences. എന്താണ്? I arrived and the big dog started barking. ഞാൻ വന്നു, അപ്പോഴേക്കും പട്ടി കുറയ്ക്കാൻ തുടങ്ങി അല്ലെ. ഞാൻ വന്നു, അതിൽ തന്നെ ഒരു മെയിൻ ക്ലോസ് കഴിഞ്ഞു, വൺ മെയിൻ ക്ലോസ്. ബിഗ് ഡോഗ് സ്റ്റാർട്ടഡ് ബാർക്കിംഗ്, അടുത്ത മെയിൻ ക്ലോസ്. 1 + 1 2 മെയിൻ ക്ലോസ്. അതോടുകൂടി എന്തായി? കോമ്പൗണ്ട് സെന്റൻസ് ആയി. ഓക്കെ, ഇനി ഏതാ വരുന്നേ? മൂന്നാമത്തെ സെന്റൻസ് ആണ് കോംപ്ലക്സ് സെന്റൻസസ്. ഓക്കെ, കോംപ്ലക്സ് സെന്റൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? A sentence that has one main clause and one or more subordinate clauses. One main clause and one or more subordinate clauses is called complex sentence. എന്താ പറയുന്നത്? കോംപ്ലക്സ്. മൂന്നാമത്തേനെ കോംപ്ലക്സ്. അപ്പൊ ഏതൊക്കെ പഠിച്ചു? നമ്മള് സിമ്പിൾ പഠിച്ചു. സിമ്പിൾ എന്താ? സിമ്പിൾ പേര് പോലെ തന്നെ ഒരു മെയിൻ ക്ലോസ് അല്ലെ.
only one main clause. അതിന് സിമ്പിൾ. ഈ കോമ്പൗണ്ട് എന്താ? ടു അല്ലെ? ടു ഓർ മോർ മെയിൻ ക്ലോസസ്. അതിന് കോമ്പൗണ്ട് സെന്റൻസ്. ഇനി തേർഡ് ആണ്, മൂന്നാമത് കോംപ്ലക്സ്. കോംപ്ലക്സ് പറഞ്ഞിട്ടില്ല എനിക്കിതാ, കോംപ്ലക്സ് പറഞ്ഞിട്ടില്ല കേട്ടാ. കോംപ്ലക്സ് സെന്റൻസസ് പറഞ്ഞിട്ടില്ല, പറയണേ ഉള്ളൂ. ഓക്കെ, പറയാനുള്ളൂ. ഓക്കെ, മൂന്നാമത്തെയാണ് കോംപ്ലക്സ് സെന്റൻസസ്. കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? Those sentences which contain one main clause. Okay, one main clause. Those sentences which has one main clause and one or more subordinate. One main. Okay, one main clause and one or more subordinate clauses. Subordinate clauses. Alle? Subordinate clauses. One or more subordinate clauses are called what? Complex sentences. ഓക്കെ, എന്താണ് സബോർഡിനേറ്റ് ക്ലോസ് നോക്കാം നമുക്ക്. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാല് the sentences which comes. ഓക്കെ, എന്നിട്ട് പറയാം. A clause typically introduced by a conjunction that forms part of and is dependent of a main clause. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. എന്താണ് കോംപ്ലക്സ് സെന്റൻസ് പറഞ്ഞാല്? വൺ മെയിൻ ക്ലോസ്, ഒരു മെയിൻ ക്ലോസ് ആൻഡ് വൺ ഓർ മോർ സബോർഡിനേറ്റ് ക്ലോസ്. ഇതിനാണ് എന്ത് പറയാ? കോംപ്ലക്സ് സെന്റൻസ്. അപ്പൊ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസ് എന്താ നോക്കാം. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാല് സബോർഡിനേറ്റ് ക്ലോസിന്റെ മുമ്പില് കൺജങ്ഷൻ. ദോസ് സെന്റൻസസ് വിച്ച് കംസ് വിത്ത് കൺജങ്ഷൻ. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ കൺജങ്ഷൻ. ആ സെന്റൻസിന് കൂടെ കൺജങ്ഷൻ ഉണ്ടാവും. ഇനി കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൺജങ്ഷൻ എന്ന് പറഞ്ഞാല് രണ്ട് സെന്റൻസസ് യോജിപ്പിക്കാൻ. ഓക്കെ, രണ്ട് സെന്റൻസസ് യോജിപ്പിക്കാൻ യൂസ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയാ? കൺജങ്ഷൻ. ഉദാഹരണത്തിന് ആൻഡ്, ബട്ട്, ഓക്കെ, ബിക്കോസ്, ഇതൊക്കെ എന്താണ്? കൺജങ്ഷൻ അല്ലെ? രണ്ട് വാക്യങ്ങളെ ഒരുമിപ്പിക്കാൻ. ഓക്കെ, രാജു പ്ലേസ് ഫുട്ബോൾ, രാജു പ്ലേസ് ക്രിക്കറ്റ്. ഇത് ഒരുമിച്ച് പറയൂ. രാജു പ്ലേസ് ഫുട്ബോൾ ആൻഡ് രാജു പ്ലേസ് ക്രിക്കറ്റ്. ഓക്കെ, അതിനെന്താ പറയാ? രണ്ട് സെന്റൻസസ് ഒരുമിപ്പിക്കാൻ നമ്മൾ എന്താ പറയാ? കൺജങ്ഷൻസ്. എന്താ പറയാ? കൺജങ്ഷൻസ്. ഓക്കെ, രണ്ട് സെന്റൻസ് ഉപയോഗിക്കാൻ കൺജങ്ഷൻസ് പറയും. ഇനി ജസ്റ്റ് ഈ കൺജങ്ഷൻ ഏതൊരു വാക്യത്തിന് മുമ്പിലാണോ കൺജങ്ഷൻ വന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയും. ഓക്കെ, അതായത് ബട്ട്, ബിക്കോസ്, ബട്ട്, പിന്നെ ആൻഡ്, ദോ, ഓൾദോ, ഇതൊക്കെ എന്താണ്? രണ്ട് വാക്യങ്ങളെ കൂട്ടിച്ചേർക്കാൻ യൂസ് ചെയ്യണം അല്ലെ? അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ പറയാ? ഏതൊരു വാക്യത്തിന്റെ മുമ്പിലാണോ കൺജങ്ഷൻ അല്ലെ? ഏതൊരു വാക്യത്തിന് മുമ്പിലാണോ കൺജങ്ഷൻ വരുന്നേ, അതിനെ നമ്മൾ ഏത് ക്ലോസ് എന്നാ പറയാ? പറയൂ. സബോർഡിനേറ്റ് ക്ലോസ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഇറങ്ങാം. എന്താ നമ്മൾ പറഞ്ഞ? കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞാല് ഒരു മെയിൻ ക്ലോസ്, വൺ മെയിൻ ക്ലോസ് ആൻഡ് വൺ ഓർ മോർ സബോർഡിനേറ്റ് ക്ലോസസ്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ദോ ഇറ്റ് ഈസ് റെയിനിങ്, മഴ പെയ്യുന്നുണ്ടായിരുന്നെങ്കിലും, അല്ല, ദോ ഇറ്റ് ഈസ് നോട്ട്. ഓക്കെ, ദോ ഇറ്റ് ഈസ് നോട്ട്, മഴ പെയ്യുന്നില്ല എന്നെങ്കിലും. ഓക്കെ, ദോ ഇറ്റ് ഈസ് നോട്ട് റെയിനിങ്, ഹി ഈസ് വിയറിംഗ് എ റെയിൻകോട്ട്. ഓക്കെ, മഴ പെയ്യുന്നില്ലായിരുന്നെങ്കിലും ഹി ഈസ് വിയറിംഗ് എ റെയിൻകോട്ട്. എന്താണ്? ദോ മഴ പെയ്യണ്ടായിരുന്നില്ല, അയാൾ ഒരു റെയിൻകോട്ട് ധരിച്ചു. ഓക്കെ, ദോ ഇറ്റ് ഈസ് നോട്ട് റെയിനിങ്, മഴ പെയ്യുന്നില്ലായിരുന്നെങ്കിലും അയാൾ ഒരു റെയിൻകോട്ട് ധരിച്ചിരുന്നു. അപ്പൊ പറയൂ, ഹി ഈസ് വിയറിംഗ് എ റെയിൻകോട്ട്. അതേതാ വരിക? അതേത് ക്ലോസാ? ഹി ഈസ് സബോർഡിനേറ്റ് ആണോ മെയിൻ ആണോ? പറയൂ. ഹി ഈസ് വിയറിംഗ് എ റെയിൻകോട്ട്, അയാൾ ഒരു റെയിൻകോട്ട്. മെയിൻ ക്ലോസ്. വെരി ഗുഡ്, മെയിൻ ക്ലോസ്. ഇനി ദോ ഇറ്റ് ഈസ് നോട്ട് റെയിനിങ്, മഴ പെയ്യുന്നില്ലായിരുന്നു. ദോ ഇറ്റ് ഈസ് നോട്ട് റെയിനിങ്, ഇത് ഏത് ക്ലോസാ വരിക? പറയൂ. എന്താ പറഞ്ഞേ? ഏത് വാക്യത്തിന് മുമ്പിലാണോ കൺജങ്ഷൻ, ബട്ട്,
ബിക്കോസ്, ദോ, ആൻഡ്, ഓൾദോ. ഇതൊക്കെ വന്നെ ഏത് വാക്യത്തിന് മുമ്പിലാണോ കൺജങ്ഷൻ വന്നെ അതൊക്കെ ഏതാ? സബോർഡിനേറ്റ് ക്ലോസ്. ഓക്കെ, ഇപ്പൊ കിട്ടിയ ഏതാ വരിക? ദോ ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് ഹി ഈസ് വിയറിംഗ് എ റെയിൻകോട്ട്, അല്ലെ? ദോ ഇറ്റ് ഈസ് നോട്ട്, മഴ പെയ്യുന്നില്ലായിരുന്നു പക്ഷെ അയാൾ റെയിൻകോട്ട് ധരിച്ചിരുന്നു. മഴ പെയ്യുന്നില്ലായിരുന്നെങ്കിലും റെയിൻകോട്ട് ധരിച്ചിരുന്നു. അപ്പൊ അയാൾ റെയിൻകോട്ട് ധരിച്ചിരുന്നു. അതാ ഏത് ക്ലോസാ? ഇറ്റ് ഈസ് മെയിൻ ക്ലോസ്. ഓക്കെ, അതാണ് മെയിൻ ക്ലോസ്. ഓക്കെ, ഇനി ദോ വെച്ച് കൺജങ്ഷൻ വെച്ചുള്ളത് ഏതാ? സബോർഡിനേറ്റ് ക്ലോസ്. ഓക്കെ ഓക്കെ, കിട്ടിയിട്ടില്ല. അപ്പൊ എന്താ അറിയൂ? കോംപ്ലക്സ് സെന്റൻസ് പറഞ്ഞാൽ എന്താ? ദോസ് സെന്റൻസസ് അല്ലെങ്കിൽ ഏത് സെന്റൻസ് ആണോ a sentence that has one main clause and one or more subordinate clauses is called complex sentence. Okay, കിട്ടിയിട്ടില്ല? കോംപ്ലക്സ് സെന്റൻസ് എന്താണ്? one main and one or more subordinate, one main clause and one or more subordinate complex. കോംപ്ലക്സ്. ഇനി ആരാണ് നാലാമത്തെ ഏതാ വരിക? കോമ്പൗണ്ട്. കോമ്പൗണ്ട് കോംപ്ലക്സ്. കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസസ്. കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസസ്. നാലാമത്തെ അതെന്താ നോക്കാം നമുക്ക്. കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എന്താണ്? ദോസ് സെന്റൻസ് അല്ലെങ്കിൽ a sentence that has two main clauses and one or more subordinate clauses. Those sentences which contains two main clauses and one or more subordinate clauses. ഒന്നോ ഒന്നിലധികമോ, അല്ലെ? ഒന്നോ ഒന്നിലധികമോ സബോർഡിനേറ്റ് ക്ലോസ് ഉള്ളതിനെ നമ്മൾ എന്താ പറയാ? കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസസ്, അല്ലെ? ടു മെയിൻ ക്ലോസ് ആൻഡ് വൺ ഓർ മോർ സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മൾ എന്താ പറയാ? കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. നോക്കാം, എക്സാമ്പിൾ നോക്കാം. മൈ ബ്രദർ. ഓക്കെ, എക്സാമ്പിൾ മൈ ബ്രദർ. ഓക്കെ, മൈ ബ്രദർ ആൻഡ് ഐ went to see cinema. Okay, ഒരു മിനിറ്റ്. My brother and I went to see the film last night while my sister stayed at home and studied because she has a test coming up. Okay, എന്താ മിസ് പറഞ്ഞ? കൺജങ്ഷൻ, അല്ലെ? കൺജങ്ഷൻ ഏത് വാക്യത്തിന്റെ മുമ്പിൽ വരുമോ? ഏത് വാക്യത്തിന്റെ മുമ്പിൽ? ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൺജങ്ഷൻ വരുന്നു. ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഏത് വാക്യത്തിന് മുമ്പിൽ കൺജങ്ഷൻ വരുന്നുവോ അതിനെ നമ്മള് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയും. അപ്പൊ ഇവിടെ പറയും മൈ ബ്രദർ ആൻഡ് ഐ വെന്റ് ടു സീ ദ ഫിലിം ലാസ്റ്റ് നൈറ്റ്. അത് ഏത് ക്ലോസാ? അറിയോ അത് ഏത് ക്ലോസാ? ഞാനും എന്റെ സഹോദരനും ഒരു സിനിമ കാണാൻ പോയി. ഏത്? വൺ മെയിൻ ക്ലോസ്. എന്താ പറഞ്ഞ? സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാല് കൺജങ്ഷൻ മുമ്പിൽ വരണം. മുമ്പിൽ കൺജങ്ഷൻ വന്നതിന് ഏതാ പറയാ? സബോർഡിനേറ്റ്. അപ്പൊ ഇതേത് ക്ലോസാ? മൈ ബ്രദർ ആൻഡ് ഐ മെയിൻ ക്ലോസ്. മൈ ബ്രദർ ആൻഡ് ഐ went to see the film last night. ഇനി അടുത്ത് while my sister അത് മെയിൻ ക്ലോസ്. സമ്മതിച്ചു. ഇനി ഇതേതാ? while my sister stayed at home and studied. My brother and I went to see the film last night while my sister stayed at home and studied. അത് ഏത് ക്ലോസാ വരിക? അറിയൂ? My sister stayed at home. Subordinate. അല്ല, മെയിൻ ക്ലോസ്. My sister stayed at home and studied. മെയിൻ ക്ലോസ്. ഓക്കെ, രണ്ട് മെയിൻ ക്ലോസ്. എന്താ പറഞ്ഞ? My brother and I went to see the film last night and my sister stayed at home. Okay, അതും മെയിൻ ക്ലോസ്. because she has a test coming up. Okay, because എന്താണ്? because she, അതേതാണ്? അതേത് ക്ലോസാ? അതാണ് സബോർഡിനേറ്റ് ക്ലോസ്. അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചു? കോമ്പൗണ്ട് കോംപ്ലക്സില് a sentence that has two main clauses
ഏതാ നാലാമത്തെ അഥവാ കോമ്പൗണ്ട് കോംപ്ലക്സ്. രണ്ട് മെയിൻ ക്ലോസസ്, ടു മെയിൻ ക്ലോസസ് അല്ലെ. Those sentences which contains two main clauses and one or more subordinate അല്ലെ, one or more subordinate clauses, one or more. Okay. Okay. ഏതാ ഡൗട്ട് തന്നെ? എക്സാമ്പിൾ ആണോ? എക്സാമ്പിൾ ഒന്നുകൂടി പറയോ? ഏതാണ്? കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസിൽ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ. എക്സാമ്പിൾ ഒന്നുകൂടി പറയാം. ആദ്യം മലയാളം കേൾക്കുക. എന്താ പറഞ്ഞ? മൈ ബ്രദർ ആൻഡ് ഐ വെന്റ് ടു സീ ദ ഫിലിം ലാസ്റ്റ് നൈറ്റ്. ഞാനും എന്റെ സഹോദരനും കൂടി രാത്രി സിനിമ, ലാസ്റ്റ് നൈറ്റ് തലേ ദിവസം സിനിമ കാണാൻ പോയി. വൈൽ മൈ സിസ്റ്റർ സ്റ്റേഡ് അറ്റ് ഹോം ആൻഡ് സ്റ്റഡീഡ്. എന്റെ സിസ്റ്റർ വന്നില്ല, എന്റെ സിസ്റ്റർ പഠിച്ചു, വീട്ടിലിരുന്ന് പഠിച്ചു. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ ഷീ ഹാസ് എ. ഇത് മുഴുവനെ, ഈ എക്സാമ്പിൾ മുഴുവൻ എഴുതാൻ പറ്റില്ല, അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് നിറച്ചേ. മുഴുവൻ കുറെ ഉണ്ടേ, ഒരു വലിയ നീട്ടമുള്ള സെന്റൻസാ. അപ്പൊ ഇത് മുഴുവൻ എഴുതാൻ പറ്റില്ല, അതുകൊണ്ടാ. ഓക്കെ, മലയാളം ശ്രദ്ധിക്കാം, മിസ് പറയണ മലയാളം ആദ്യം ശ്രദ്ധിക്കാം. ഓക്കെ, മൈ ബ്രദർ, ബിക്കോസ് ഷീ ഹാസ് എ ടെസ്റ്റ്. മൈ ബ്രദർ ആൻഡ് ഐ went to see the film last night. My brother and I went to see the film last night. എന്ന് പറയുമ്പോ ഏത് ക്ലോസാ വരിക? മെയിൻ ക്ലോസ് അല്ലെ, മെയിൻ ക്ലോസ്. While my sister stayed at home and studied because she has a test. മിസ് എന്താ പറഞ്ഞേ? സബോർഡിനേറ്റ് ക്ലോസ് എന്ന് എന്താ? കൺജങ്ഷൻ മുമ്പിൽ വരും അല്ലെ. കൺജങ്ഷൻ മുമ്പിൽ വരുന്ന ക്ലോസ് ഏതാ? അറിയൂ? സബോർഡിനേറ്റ്. വെരി ഗുഡ്. അതാണ് ഞാൻ പറഞ്ഞ ബിക്കോസ്. അപ്പൊ എന്താ? ബിക്കോസ് ഇത് മുഴുവനായിട്ടേ ഒരു വലിയ സെന്റൻസാ, നമുക്കിത് മുഴുവൻ നേരത്തെ കൊള്ളിക്കാൻ പറ്റില്ല. എക്സാമ്പിൾ ബിക്കോസ് നോക്കാം. ബിക്കോസ് ഷീ ഹാസ് എ ടെസ്റ്റ്. ബിക്കോസ് ഷീ ഹാസ് എ ടെസ്റ്റ് കമ്മിങ് അപ്പ്. അവൾക്കൊരു എന്തുകൊണ്ടെന്നാൽ അവൾക്കൊരു പരീക്ഷ ഉണ്ടായിരുന്നു. ഓക്കെ, കമ്മിങ് അപ്പ്. അപ്പൊ എന്താ? മൈ ബ്രദർ ആൻഡ് ഐ. അത് ഏത് ക്ലോസാ? മൈ ബ്രദർ ആൻഡ് ഐ ഏത് ക്ലോസ് ആയിരിക്കും? വെരി ഗുഡ്, മെയിൻ ക്ലോസ്. മൈ സിസ്റ്റർ സ്റ്റേഡ് അറ്റ് ഹോം. മൈ സിസ്റ്റർ അത് ഏത് ക്ലോസ് ആയിരിക്കും? മെയിൻ ക്ലോസ്. വെരി ഗുഡ്, മൈ സിസ്റ്റർ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. മൈ സിസ്റ്ററിന്റെ മുമ്പ് വൈലില്ലേ? വൈൽ മൈ സിസ്റ്റർ എന്നല്ലേ? അപ്പൊ വൈൽ കൺജഷൻ അല്ലേ? മൈ ബ്രദർ വൈൽ മൈ സിസ്റ്റർ സ്റ്റേഡ് അങ്ങനല്ലേ? വൈൽ മൈ സിസ്റ്റർ വൈല് വരുന്നില്ലേ മുമ്പില്? വയൽ വരുന്നുണ്ട്. മൈ ബ്രദർ ആൻഡ് ഐ വെന്റ് ടു സീ ദ ഫിലിം ലാസ്റ്റ് നൈറ്റ്. പക്ഷെ മെയിൻ ക്ലോസ് ആയിട്ട് ഇവിടെ പറയുന്നത് നമ്മൾ നോക്കുമ്പോഴേ മൈ സിസ്റ്റർ സ്റ്റേഡ് അറ്റ് ഹോം. ഞാനും എന്റെ സഹോദരനും കൂടി സിനിമയ്ക്ക് പോയി, പക്ഷെ എന്റെ സിസ്റ്റർ വീട്ടിലിരുന്ന് പഠിച്ചു. എന്തുകൊണ്ടെന്നാൽ എന്നുള്ളതാണ് പറയണേ. മൈ സിസ്റ്റർ സ്റ്റേഡ് അറ്റ് ഹോം എന്ന് പറഞ്ഞ മെയിൻ ക്ലോസ് ആണെന്നാ പറയണേ. ഇപ്പം മൈ സിസ്റ്റർ സ്റ്റേഡ് അറ്റ് ഹോം. അപ്പൊ വൈല് കൂട്ടണ്ട, നമ്മൾ നോക്കണ്ട. മൈ സിസ്റ്റർ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് മിസ് ഒന്നുകൂടി നോക്കിയിട്ട് പറയാം. വൈല് കൺജക്ഷൻ ആയിട്ടല്ലേ പറയാറ്? വൈൽ കൺജങ്ഷൻ വൈൽ നോക്കണത് കേട്ടോ. ബിക്കോസ് ഷീ ഹാസ് എ. അതൊന്ന് നോക്കിയിട്ട് മിസ് ഒന്നുകൂടി പറയാം കേട്ടോ. മൈ സിസ്റ്റർ സ്റ്റേഡ് അറ്റ് ഹോം ആൻഡ് സ്റ്റഡിഡ് അത് മെയിൻ ക്ലോസ് ആണെന്നാ പറയുന്നത്. രണ്ടും മൈ ബ്രദർ ആൻഡ് ഐ ആൻഡ് മൈ സിസ്റ്റർ സ്റ്റേഡ് അറ്റ് ഹോം ആ രണ്ടും മെയിൻ ക്ലോസ് ആണെന്നാ പറയുന്നത്. ഓക്കെ, ബിക്കോസ് ഷീ ഹാസ് എ ടെസ്റ്റ് കമ്മിങ്. ബിക്കോസ് ഷീ ഹാസ് എന്ന് പറയുമ്പോ അത് സബോർഡിനേറ്റ് ക്ലോസ്. രണ്ട് മെയിൻ ക്ലോസും ഒന്നിലധികമോ സബോർഡിനേറ്റ് ക്ലോസ്. ഓക്കെ, എക്സാമ്പിൾ കൊടുത്തേക്കണത് ഈ എക്സാമ്പിൾ ആണ് കൊടുത്തേക്കണത്. കോമ്പൗണ്ട് കോംപ്ലക്സ് നോക്കിയിട്ട് കേട്ടാ. ഓക്കെ അപ്പൊ ഇന്ന് എന്തൊക്കെ പഠിച്ചു? മ്യൂട്ടാക്ക കേട്ടാ, മ്യൂട്ടാക്ക. ഏതൊക്കെ പഠിച്ചു നമ്മള്? സെന്റൻസ് അല്ലെ. എന്തൊക്കെ പഠിച്ചു? സെന്റൻസ് എന്താന്ന് പഠിച്ചല്ലേ? എന്താണ് സെന്റൻസ്? ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് വേർഡ്സ് മ്യൂട്ടാക്ക വിച്ച് ഈസ് കംപ്ലീറ്റ് ഇൻ ഇറ്റ്സെൽഫ് അല്ലെ.
Sentence contains two parts. അല്ലെ? സെന്റൻസിന് രണ്ട് ഭാഗമുണ്ട്. ഏതൊക്കെയാ അറിയൂ? ആ, Subject subject. and predicate. Subject. Subject എന്ന് പറഞ്ഞാൽ എന്താ? A thing, അല്ലെ? A thing or person doing an action. Subject. A thing or person doing. Okay, doing an action. Okay, അതിനാണ് subject എന്ന് പറയുന്നത്. ഇനി predicate എന്ന് പറഞ്ഞാൽ എന്താ? The part. സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നത്. Part which tells. അതിനാണ് എന്താ പറയാ? Okay. സൗണ്ട് ഉണ്ടാക്കണ്ട കേട്ടോ. ഇനി എന്തൊക്കെയാ? സെന്റൻസ് 4 തരത്തിലുണ്ട് അല്ലെ? ഏതൊക്കെയാ? അസർട്ടീവ്, ഇമ്പരേറ്റീവ്. അസർട്ടീവ് സെന്റൻസ്, ഇമ്പരേറ്റീവ്, interrogative and Interrogative, exclamatory. നാലാമതെല്ലാം നിങ്ങൾ പഠിച്ചിരുന്ന ക്ലോസ് സ്ട്രക്ചർ അല്ലെ? ക്ലോസ് സ്ട്രക്ചർ ഘടനഭാരം ചെയ്യേണ്ട. അതേതാ? സിമ്പിൾ അല്ലെ? സിമ്പിൾ സെന്റൻസസ്. പിന്നെ ഏതാ? Compound sentences, Compound sentence, complex complex sentence, compound complex sentence. Compound. Okay. Compound sentences are complex അല്ലെ? I mean complex sentences. Complex sentences and പിന്നത്തെ എന്താ? Compound. Compound complex Sentences. Compound complex. Okay. അപ്പൊ നോട്ട് മിസ് അയച്ചു തരാം കേട്ടാ. ഇത് അവിടെ ടെക്നിക്കലി അയച്ചു തരും കേട്ടാ. നോട്ട് അയച്ചു തരും ക്ലാസ്സിന്റെ. അപ്പൊ നന്നായി നോക്കിയാൽ മതി കേട്ടാ. പിന്നെ 5 ക്വസ്റ്റ്യൻസ് കൂടി തരും കേട്ടാ. അത് നോക്ക്. ഓക്കെ. അപ്പൊ നമ്മുടെ സമയം ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടാ. നമുക്ക് ഒന്നുകൂടി നോക്കിയിട്ട് വരാം. ആ എക്സാമ്പിള് ഒന്നുകൂടി നോക്കിയിട്ട് വരാം. ഓക്കെ. ഒന്നുകൂടി നോക്കിയിട്ട് വരാം. കോമ്പൗണ്ട് കോംപ്ലക്സ് വന്നാല് 2 main clauses and 1 or more supporting. നോക്കിയിട്ട് വരാം കേട്ടാ. Thank you, Okay. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? എക്സാമിന്റെ വന്നിട്ടുണ്ട്, അറ്റൻഡ് ചെയ്യണേ. ഇന്നത്തെ എക്സാം ആണോ? ഇന്നത്തെ എക്സാം വന്നിട്ടുണ്ട്. ബ്ലഡിന്റെ ബ്ലഡ് ബാങ്കിന്റെ ഒരു എക്സാമേ ഉള്ളൂ ഇന്ന്. ഇന്നൊരു എക്സാമേ ഉള്ളൂ. ഒന്നാ വന്നിട്ടുള്ളൂ. ഇന്നലെ ആയിരുന്നല്ലേ 2 എക്സാം? ഇന്നലെ 2 എക്സാം ഉണ്ടായിരുന്നു. വാട്സാപ്പ് ഗ്രൂപ്പിൽ നോക്കിയാൽ മതി. അത് ഇൻഫോം ചെയ്യുന്നതായിരിക്കും. 2 ഗ്രൂപ്പിലും ഉണ്ടായിരിക്കും. 2 ഗ്രൂപ്പിലും നമ്മൾ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. എക്സാമുകൾ ഇടുന്നത്. ഗ്രൂപ്പിലില്ലാത്തവരുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. എക്സാം വരുന്ന എന്തായിട്ടേക്കണ? ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊന്നെങ്കിൽ മെസ്സേജിനകത്ത് ലിങ്ക് ഇട്ടിട്ടുണ്ട്, നമ്പർ ഇട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒന്നെങ്കിൽ ലിങ്ക് വഴി കയറുക, ഡയറക്റ്റ് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട്, അതിൽ കയറി മെസ്സേജ് ഇട്ടാൽ മതി. ആഡ് ആക്കുന്നതാണ്. ക്ലാസ് റൂമിലാണ് എക്സാം വന്നിട്ടുള്ളത്.
പിന്നെ നിങ്ങൾ അല്ലെങ്കിൽ ആകാശ് 1 മിനിറ്റ്, ചിലർക്ക് ക്ലാസ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു. അവരുടെ അടുത്ത് എന്താന്ന് വെച്ചാൽ പറയാനുള്ളത്, നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ സാറിന് അത് ഇൻഫോം ചെയ്തായിരുന്നു.